വിളിച്ച ചെവി വെക്കത്തില്ലേ? എത്ര നേരം വിളിക്കണം? എന്റെ മുറി കിടക്കുന്നത് കണ്ട എന്ത് നീ കാണിക്കുന്നത്? ഒതുക്കാൻ പറഞ്ഞിട്ട് പറ്റുന്നില്ലേ? എന്താ നീ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന? ഫോണിൽ കുത്തി കളിക്കല്ലാണ്ട് എന്താ അത്ര പ്രശ്നം? ഒന്ന് വെറുതെ വിട്ടൂടെ? കൊറേ നേരായല്ലോ. അമ്മക്ക് എന്താ അത്ര പ്രശ്നം? എന്നൊന്ന് വെറുതെ വിട്ടൂടെ? സുഖം തന്നെയല്ലേ? എന്തൊക്കെ വീടിന്റെ വിശേഷങ്ങള്? ഇത് എന്തെന്നാ ഇത്? ലാപ്പ് അല്ലെങ്കിൽ ഫോൺ, ഫോൺ അല്ലെങ്കിൽ ലാപ്പ്, ഇത് മാത്രമല്ല. ഏത് നേരവും പഠിക്കാനൊന്നും ഇല്ലേ നിങ്ങൾക്ക്? അമ്മക്ക് ഇതെന്താ എപ്പോഴും ഒരേ ഡയലോഗ് തന്നെയുള്ള പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇതിപ്പോ എത്ര വട്ടായി പറയുന്നു? പഠിക്കുന്നതൊക്കെ ഇത് തന്നെയാ, കോളേജിൽ നോട്ട്സ് മൊത്തം ഇത് തന്നെയാ. കുറച്ചെങ്കിലും മനസ്സിലാക്കി കൂടെ? ജ്യൂസ് കുടിച്ചോട്ടെ, ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പഠിത്തം കഴിയില്ല. ഞാൻ അല്ലെങ്കിൽ വിശപ്പില്ല. അത്ര 1 മണിയല്ല, എനിക്ക് വിശപ്പില്ല. പിന്നെ 1 മണിയാ? ഇന്ന് 1 മണി, ഇനി നാളെ പുലർച്ചെ 1 മണിയാ. 2 മണിയാ പറയും. ചോറിനാ അമ്മ. ഞാൻ ഫോൺ അവിടെ മാറ്റിക്ക്. ഇത് കൂടെ ഉള്ളു. ഞങ്ങൾ കഴിച്ചോ? ഞാൻ വരാം. കഴിച്ചോ? എത്ര നാളെ ഭക്ഷണം കഴിച്ചിട്ട്? കുഴപ്പമില്ല, ഫുഡ് കഴിക്കാലോ. ഭക്ഷണം ആരുടെ എവിടെയെങ്കിലും കഴിച്ചാ പോരെ? എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ, എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ യശോദ, എന്നതവം ചെയ്തനേ. ഉറങ്ങിയാ നീ? ബർത്ത്ഡേ ആയിട്ട് ഒരു സർപ്രൈസ് ഉണ്ടല്ലോ. എനിക്കോ? ശരിക്കോ? അല്ലാണ്ട് നിനക്കല്ലാണ്ട് വേറെ ആർക്കാ? അല്ലാലോ, നിനക്ക് തന്നെ. നീ കൊറേ നാളായില്ലേ പറയണ മൊബൈല് വേണമെന്ന്. I like it. Thank you. ടിക്കറ്റ് ബുക്ക് ചെയ്തോ നീ? ഞാൻ ശനിയാഴ്ച അമ്പലത്തിൽ പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ? ഇതിനൊക്കെ സമയമുണ്ടല്ലോ. ഇനി എവിടെയാ? ഇന്ന് വ്യാഴാഴ്ചയായി. ഇനി എന്ന് ബുക്ക് ചെയ്യാനാ? സമയമുണ്ട്. ഒരു 5 മിനിറ്റ് വൈകി നോക്കിയപ്പോൾ ടിക്കറ്റ് ഒന്നും തീരാനും പോകുന്നില്ല. സീറ്റ് കിട്ടില്ല കേട്ടോ. ബസ് പോയി വേറെ ബസ് കിട്ടും. അമ്മ എന്തിനാ അങ്ങനെ? ഇനി ഞാൻ നിന്നോട് ഞാൻ പറയില്ല. നീ എപ്പോഴാണ് ബുക്ക് ചെയ്യാ? ടിക്കറ്റ് ബുക്ക് ചെയ്യണല്ലോ. തേങ്ങ സീറ്റും കഴിഞ്ഞു. കുഴപ്പമില്ല, അടുത്ത ബസ് പോവാം. അമ്മേ, ബസ് ബുക്ക് ചെയ്തിട്ടാ. ഞാൻ പോകുന്ന ബസ്സിനെ കിട്ടിയില്ലേ നിനക്ക്? അത് കിട്ടി. ബുക്ക് ചെയ്തു. ഹലോ എടാ, നീ ആ ന്യൂസ് കണ്ടോ? ഇല്ലല്ലോ, കണ്ടില്ല. ഓക്കെ.
അപകടത്തിൽപ്പെട്ടതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുകയാണ്. ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ആ ബസിന്റെ മുൻഭാഗം പാടെ അങ്ങ് തകർന്നിരിക്കുകയാണ്. 4 പേർ മരിക്കുന്നു. ആ 4 പേരും മലയാളികളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെ വളരെ ദാരുണമായ ഒരു വാർത്തയാണ് ഹലോ, എന്തിനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? 5 മിനിറ്റ്, ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാം. ശങ്കരൻ നിന്ന് അമ്മയെടുത്ത് എന്താ സംസാരിച്ച്? കുറച്ചെങ്കിലും കോമൺ സെൻസ് യൂസ് ചെയ്തുകൂടാ? ഇപ്പം നീ സംസാരിച്ച പോലെ ഞാൻ സംസാരിച്ചോണ്ടാ ഇപ്പം എൻ്റെ അമ്മേൻ്റെ കൂടെ ഇല്ലാത്ത. ഇപ്പം നീ പറഞ്ഞല്ലോ 5 മിനിറ്റ് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കാണിക്കാമെന്ന്. 5 മിനിറ്റ് കാരണം കൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയത്. യശോദ